ഈ ഇടതുപക്ഷത്തെ CPIM-നെ സംഘപരിവാറിന്റെ കൂടെയാണ് ഞങ്ങളെന്ന് ഡീലെന്ന് ഉറപ്പിച്ച് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ പ്രിയപ്പെട്ട ലീഗുകാരോടും കോൺഗ്രസുകാരോടും ഞങ്ങൾ പറയുന്നു, ഈ കേരളത്തിന്റെ മണ്ണിൽ സംഘപരിവാറുകാരാൽ 300-ലധികം സഖാക്കളെ രക്തസാക്ഷികളായി നഷ്ടപ്പെട്ട പ്രസ്ഥാനത്തിന്റെ പേരാണ് CPIM. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു ലീഗുകാരന് ഈ RSSന്റെ കൈകൊണ്ട് ഒരു ഈർക്കിൽ പ്രഹരമെങ്കിലും ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ലീഗുകാരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളെപ്പോലും അപരവൽക്കരിക്കാൻ വരുന്ന, നിങ്ങളെ തള്ളിപ്പറയുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നും നിങ്ങൾ നിഷ്കാസനം ചെയ്യണമെന്ന് ഉറച്ചു പ്രഖ്യാപിക്കുന്ന സംഘപരിവാറിനെതിരായിട്ടാണ് ഈ കേരളത്തിൽ ഇടതുപക്ഷം നിലപാട് സ്വീകരിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഈ പറഞ്ഞതുപോലെ വന്ദേമാതരത്തിന്റെ മുഴുവൻ വരികളും ചൊല്ലുന്നത്, AICCയുടെ ആസ്ഥാനത്ത് ചൊല്ലുന്നത്. സംഘപരിവാർ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങളുടെ എല്ലാം സഫലീകരണം നടത്തി കൊടുക്കുന്ന, ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുന്നവരായി രാജ്യത്തെ കോൺഗ്രസ് മാറിയിട്ടുണ്ട് എന്ന് ഈ നാട് തിരിച്ചറിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വർത്തമാനകാലത്ത് ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളെ കുറിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ ഇവിടെ സവിസ്തരം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് ഉദ്ഘാടനം ചെയ്യാൻ വന്ന പ്രിയപ്പെട്ട സഖാവ് ആര്യ രാജേന്ദ്രന്റെ നാട്ടുകാരൻ BJPയുടെ ഒരു നേതാവ് പറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ച് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ BJPയുടെ നേതാവ്, ഇവിടേക്ക് അയാളെ ടോർച്ച് സുര എന്നാണ് വിളിക്കുന്നത്, അയാള് പറഞ്ഞത് ഇപ്പോ കേരളം ഭരിക്കുന്നത് പാണക്കാട്ട് തങ്ങളല്ല എന്നതാണ്. അതൊരു വസ്തുതയാണ്. കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ഭരണമാണ് എന്നാണ് അയാൾ പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും സൂചിപ്പിച്ചു വെക്കുന്നത് അത് കേവലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ ഉന്നം വെച്ചുകൊണ്ടുള്ളതല്ല, അതേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉന്നം വെച്ചുകൊണ്ടുള്ളതല്ല, മറിച്ച് ഒരു സമുദായത്തെയാകെ വന്ദേമാതരത്തിന്റെ പേരിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ അപരവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ബോധപൂർവം ഈ നാട്ടിൽ സംഘപരിവാർ നടത്തുന്ന തെറ്റായ പ്രചരണങ്ങളെ ചൂണ്ടിക്കാണിക്കാനുള്ള ബാധ്യത മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന DYFI എന്ന് പറയുന്ന സംഘടനക്കുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക്, യൂത്ത് ലീഗുകാർക്ക് ഒരുപക്ഷെ ടോർച്ച് സുര എന്ന് പറയുന്ന BJPയുടെ സംഘപരിവാരത്തിന്റെ നേതാവ് നടത്തിയിട്ടുള്ള തെറ്റായ പ്രചരണത്തെ തുറന്നു കാണിക്കാൻ ചിലപ്പോൾ ചില പരിമിതികൾ ഉണ്ടാകും. ആ പരിമിതികളുള്ളവരോടുകൂടി ഞങ്ങൾ പറയുന്നു, ഈ കേരളത്തിൽ നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് DYFI സംസാരിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് കൂടിയാണ് DYFI സംസാരിക്കുന്നത്. പാണക്കാട്ടെ തങ്ങൾക്ക് വേണ്ടി കൂടിയാണ് DYFI സംസാരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഭാഗമാണ് എന്നതുകൊണ്ട് മാത്രം അപരവൽക്കരിക്കപ്പെടേണ്ടി വരുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് പോകണമെന്നൊരു പ്രത്യേക മതവിഭാഗത്തോട് പറയുന്ന സംഘപരിവാറിന്റെ നെറികേടിനെതിരായിട്ടാണ് ഞങ്ങൾ ഈ നാട്ടിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗുകാരോട് ഞങ്ങൾ പറയുന്നു, സംഘപരിവാരത്തെ പ്രതിരോധിക്കാൻ, സംഘപരിവാരത്തിന് പിന്നിൽ അണിനിരക്കുന്ന കോൺഗ്രസിനെ വിശ്വസിക്കുന്നത് ആത്മഹത്യാപരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ നാട് ഭരിക്കുന്ന, ഈ രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ വന്ദേമാതരത്തിന്റെ പൂർണ്ണമായ വരികൾ ചൊല്ലണമെന്ന് തിട്ടൂരം പുറപ്പെടുവിച്ചപ്പോ അത് ഈ രാജ്യത്തെ AICCയുടെ ആസ്ഥാനത്ത് പൂർണ്ണമായും ആലപിച്ചവരുടെ കൂടെ നിൽക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കാൻ മുസ്ലിം ലീഗിന്റെ അണികൾ തീരുമാനിക്കണം. നേതൃത്വം അങ്ങനെ തീരുമാനിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം നേതൃത്വം എല്ലാ കാലത്തും അധികാരത്തിന്റെ അപ്പകഷ്ണത്തോടൊപ്പം പോയവരാണ്. ബാബരി മസ്ജിദിന്റെ തങ്കത്താഴികക്കുടങ്ങൾ സംഘപരിവാരത്തിന്റെ കർസേവകർ ഒന്നാകെ അടർത്തി മാറ്റുമ്പോഴും അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടി മാത്രം നിലകൊണ്ടവരാണ്, അതിനെ തള്ളിപ്പറയാതിരുന്നവരാണ്, അതിനോട് ചേർന്ന് നിന്നവരാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം. എന്നാൽ ഈ നാട്ടിൽ ജീവിക്കുന്ന മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരോട് ഞങ്ങൾ പറയുന്നു, ഈ സംഘപരിവാരം ഈ നാട്ടിലാകെ നടത്തുന്ന നെറികേടിനെതിരായി പോരാടാൻ, അവർക്കെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കാൻ ഈ നാടിന്റെ മതനിരപേക്ഷ മനസ്സാകെ ഒരുമിച്ച് നിൽക്കണമെന്നാണ് പറയുന്നത്. പാകിസ്ഥാനിലേക്ക് പോകാനാണ് സംഘപരിവാർ പറയുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരോട്, മുസ്ലിം നാമധാരികളോട്, അത്തരം പേരുകാരോട് പറയുന്നതാണ് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന്. അങ്ങനെ പാകിസ്ഥാൻ
പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുന്ന സംഘപരിവാരത്തിന്റെ ആളുകളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയാൽ ആ പാകിസ്ഥാന്റെ തെരുവുകളിൽ നിങ്ങൾ അന്വേഷിച്ചാൽ ആ തെരുവുകളിൽ ജീവിക്കുന്ന മനുഷ്യരിൽ പലരുടെയും പൂർവ്വ പിതാക്കൾ ഈ രാജ്യത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരായി, ബ്രിട്ടീഷുകാർക്കെതിരായി ഈ രാജ്യത്തിന്റെ സമരത്തിന് വേണ്ടി പോരാടിയിട്ടുള്ളവരാണ് എന്ന് ചരിത്രം നമ്മളോട് പറയും. എന്നാൽ അതേ നിങ്ങൾ RSSന്റെ കേന്ദ്രീയ കാര്യാലയമായ നാഗ്പൂർ കാര്യാലയത്തിൽ വന്ന് അന്വേഷിച്ചാൽ ആ കാര്യാലയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ പോലും ഈ രാജ്യത്തിന്റെ അവിടെ ജീവിക്കുന്നവരിൽ, അതിനെ അംഗീകരിക്കുന്നവരുടെ പൂർവികരിൽ ഒരാൾ പോലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ സംഘപരിവാറുകാർ ഒരാൾ പോലും ബ്രിട്ടീഷുകാർക്കെതിരായി നിലകൊണ്ടിട്ടില്ല, ഈ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ടില്ല എന്ന് ചരിത്രം നമ്മളോട് ബോധ്യപ്പെടുത്തും. ഇപ്പോ വീര സവർക്കറെ കുറിച്ച് പറയുന്നു, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി ജയിലിൽ കിടന്നയാൾ ആരാണെന്ന ചോദ്യം വരുന്നു. ആ ചോദ്യത്തിന് സവർക്കറാണെന്ന മറുപടി വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുന്നു. ആ മറുപടിയുടെ ഉദ്ദേശം എന്താണ്? ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായി സവർക്കറെ അവരോധിക്കുക, അതുവഴി ചരിത്രത്തെ അപനിർമ്മിക്കുക എന്ന സംഘപരിവാറിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ പണ്ഡിറ്റ് പരമാനന്ദ എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് എന്ന് ബോധ്യപ്പെടും. ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു, 1964 ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് രണ്ടായി മാറിയപ്പോ അതിന്റെ ആദ്യ CPIM ആദ്യത്തെ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരുന്ന 9 മനുഷ്യരുണ്ട്. ആ 9 സഖാക്കൾ അന്നത്തെ P സുന്ദരയും ബസവ പുന്നയെയും അതുപോലെ തന്നെ രാമമൂർത്തിയും BT രണദിവേയും EMS മേക്കേജിയും ഹരകിഷൻ സിംഗ് സുർജിത്തും ഉൾപ്പെടെയുള്ളവർ, ജ്യോതി ബാസുവും ഉൾപ്പെടെയുള്ള 9 പേർ, ആ 9 പേർ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി ആകെ ജയിലിൽ കിടന്നത് 64 വർഷമാണ് എന്ന് കാണാൻ കഴിയും. 64 വർഷത്തെ ജയിൽവാസം അനുഭവിച്ച മനുഷ്യരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ പോളിറ്റ് ബ്യൂറോയിലെ 9 പേര് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഈ ഇടതുപക്ഷത്തെ CPIM-നെ സംഘപരിവാറിന്റെ കൂടെയാണ് ഞങ്ങളെന്ന് ഡീലെന്ന് ഉറപ്പിച്ച് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ പ്രിയപ്പെട്ട ലീഗുകാരോടും കോൺഗ്രസുകാരോടും ഞങ്ങൾ പറയുന്നു, ഈ കേരളത്തിന്റെ മണ്ണിൽ സംഘപരിവാറുകാരാൽ 300-ലധികം സഖാക്കളെ രക്തസാക്ഷികളായി നഷ്ടപ്പെട്ട പ്രസ്ഥാനത്തിന്റെ പേരാണ് CPIM. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു ലീഗുകാരന് ഈ RSSന്റെ കൈകൊണ്ട് ഒരു ഈർക്കിൽ പ്രഹരമെങ്കിലും ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ലീഗുകാരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളെപ്പോലും അപരവൽക്കരിക്കാൻ വരുന്ന, നിങ്ങളെ തള്ളിപ്പറയുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നും നിങ്ങൾ നിഷ്കാസനം ചെയ്യണമെന്ന് ഉറച്ചു പ്രഖ്യാപിക്കുന്ന സംഘപരിവാറിനെതിരായിട്ടാണ് ഈ കേരളത്തിൽ ഇടതുപക്ഷം നിലപാട് സ്വീകരിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഈ പറഞ്ഞതുപോലെ വന്ദേ മാതരത്തിന്റെ മുഴുവൻ വരികളും ചൊല്ലുന്നത്, AICCയുടെ ആസ്ഥാനത്ത് ചൊല്ലുന്നത്, സംഘപരിവാർ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങളുടെ എല്ലാം സഫലീകരണം നടത്തി കൊടുക്കുന്ന, ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുന്നവരായി രാജ്യത്തെ കോൺഗ്രസ് മാറിയിട്ടുണ്ട് എന്ന് ഈ നാട് തിരിച്ചറിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് DYFIയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.